കരിനീല കണ്ണുള്ള പെണ്ണ്, മഴവില്ലിൻ ചിറകുള്ള പെണ്ണ്, കവിളിലോ കാക്കപ്പൂവിൻ മറുകുമായി വന്നോള, കരിമുകിൽ ചേലായി മിന്നും മുടിമെടഞ്ഞിട്ടോള, കണ്ണിനാൽ നെഞ്ചിനകത്തായി അന്നൊരിക്കലമ്പ് നെയ്തതെന്താണ്, കണ്ണിനാൽ നെഞ്ചിനകത്തായി അന്നൊരിക്കലമ്പ് നെയ്തതെന്താണ്. അല്ല, നിനക്കെന്താ ഒരു ഇളക്കം? കുറേ നേരം കൊണ്ട് ഞാൻ കാണുക. ഇളക്കോ? എനിക്കാ? എന്തിളക്കം? സത്യം വരടത്തുണ്ട്. നീ പോകാണ്ട് നിന്ന കാര്യം എന്താ? പോകാണ്ട് നിന്ന കാര്യം വല്യമ്മച്ചിക്ക് കാണുമെന്ന് പറഞ്ഞിട്ട്. പ്രായം ഇത്രയൊക്കെ ആയില്ലേ, വല്യമ്മച്ചിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? കൊച്ചുമക്കളെ അടുത്ത് നിർത്തണം, അവർക്ക് വയറ് നിറച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. പരലോകത്തേക്ക് വിസ എടുത്താൽ പിന്നെ അത് പറ്റില്ലല്ലോ. അറിയാറാൻ പറ്റുന്ന വാക്കൊന്നും പറയല്ലേ. അല്ല, ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നീ ഒരുപാട് ഉദാഹരിക്കല്ലേ. അല്ല, അത് വിട്, അതല്ല. നീ വിഷയം മാറ്റില്ലേ. അവിടെ എന്ത് സംഭവം? എവിടെ? എന്താടാ നിനക്കൊരിളക്കം? ഇളക്കമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ചുമ്മാ വെറുതെ. വേണ്ട, എല്ലാ പെൺപിള്ളേരുടെ എടുക്കണ പോലെ അവളുടെ അടുത്ത് ഇറക്കല്ലേ. അത് നീ വിചാരിക്കുന്ന മുതലല്ല. വളരെ വളരെ ഡേഞ്ചറാ. ഓടാ. ഹാലാ, എൻ്റെ ഹാല് മുഴുവൻ ഇളക്കിയിട്ട് നീ അങ്ങ് പോയി. കർത്താവേ. ആരാ ഇത്തൂസം അന്നാമിന്റെ വീട്ടില് പുതിയൊരു അതിഥി വന്നെന്ന് പറഞ്ഞാൽ? ഇത്തൂസം ഉണ്ടായിരുന്നോ? അത് UK-യിലുള്ള ജെസ്സി ആൻറ്റിയുടെ മോളാ. പാവം ഒരു ബണ്ണിയാ. അതിനെ കണ്ട അങ്ങനെ വിളിക്കാൻ തോന്നുക. അല്ല, ഇത് നീ എങ്ങനെ അറിഞ്ഞു? അത് ഉമ്മ അടുക്കള പറയണ കേട്ടതാ. മോളെ ഹാല, എന്തുമ്മേ എത്ര നേരം കൊണ്ട് പറയുവാടി കടയിൽ പോയിട്ട് വരാൻ? നീ ഇവിടെ എന്നെ എടുക്കുവാ? ദേ പോയമ്മീ. എനിക്ക് ജാസിയെ വിളിക്കാം. അവളുടെ നമ്പർ കിട്ടാൻ എന്താ ഒരു വഴി? ഇവനോട് ചോദിച്ചാ ടാസ്ക് എന്നാലും ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ജാസി, എന്താടാ തൂജി? കുളിക്കാൻ കയറിയാലും സമാധാനം തരൂലേ? ജാസി, എനിക്ക് ആ പെണ്ണിൻ്റെ നമ്പർ എന്തരോ? ഏത് പെണ്ണിൻ്റെ? നിന്റെ ഫ്രണ്ട്? വേണ്ട, അവിടെ തൊട്ട് നീ കളിക്കണ്ട. കാര്യം ഭർത്താവ് ഇവനെ കൂട്ടുകൊണ്ട് വരുമോ? നിന്റെ ഫ്രണ്ട് തന്നെ ആണോടാ പോയത്? ദേ, പുറത്തേക്ക് ഞാൻ ഇറങ്ങി വന്നല്ല, ചവിട്ടി നിന്റെ നടുമ്പുറം ഞാൻ തിരിക്കും. അല്ല, നീ പിന്നെ അങ്ങനത്തെ ഒരു ടോക്കുന്നത്? ഒന്ന് താടാ. നിനക്കെന്തിനാ ഇപ്പം അവളുടെ നമ്പര്? ജസ്റ്റ് വെറുതെ. പോടാ. എനിക്കും വരും കേട്ടോ ഒരു ദിവസം. അത് നമുക്ക് അന്നേരം ആലോചിക്കാട്ടാ. മോറി. കർത്താവെന്റെ കൂടെയാടാ. മുതലല്ലേ വിളിക്കുന്ന. ജാസി മോനെ, നിനക്കൊരു കോള് വരുന്നടാ. ഞാൻ എടുത്തോളാം. ഓക്കെ. കർത്താവേ, നന്ദിണ്ട് കേട്ടാ. ഭംഗിയുള്ള ഹായ് മാഡം. എന്താണാവോ ഇന്ന് കളിക്കാൻ
காற்றே என் வாசல் வந்தாய், மெதுவாக கதவு திறந்தாய். காற்றே உன் பேரை கேட்டேன், காதல் என்ற. நேற்று நீ எங்கே இருந்தாய், காற்றே நீ சொல்வாய் என்றேன். சுவாசத்தில் ഭാര്യ ഞാനാ പടച്ചോനെ. சென்றாய். തുള്ളി വരും കാற்றേ, തുള്ളി വരും കാற்றേ. ഇവളാണ് മോശമില്ലല്ലോ. നിലവുള്ള വരയിൽ, നിലമുള്ള വരയിൽ നെഞ്ചിനിൽ വീസ്. തുള്ളി വരും കാற்றേ, നാളെ നേരെ ഒന്ന് വെളുക്കട്ടെ, നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട്. காற்றே என் வாசல் வந்தாய், மெதுவாக கதவு திறந்தாய். காற்றே உன் பேரை கேட்டேன், காதல் என்றாய். நேற்று நீ எங்க இருந்தாய், காற்றே நீ சொல்வாய் என்றேன். சுவாசத்தில் இருந்ததாக சொல்லி சென்றாய். துள்ளி வரும் காற்றே, துள்ளி வரும் காற்றே, தாய்மொழி பேசு. நிலவுள்ள வரையில், நிலமுள்ள வரையில் நெஞ்சினில் வீசு. துள்ளி வரும் காற்றே, துள்ளி வரும் காற்றே, தாய்மொழி பேசு. காற்றே என் வாசல் வந்தாய், மெதுவாக கதவு திறந்தாய். காற்றே உன் பேரை கேட்டேன், காதல் என்றாய். തരരാത്തരമൂളണ കാറ്റിന് കൂട്ടായി തമ്പുരുമീട്ട. കുറി നോക്കണ പൈങ്കിളി ചൊല്ലണതെന്താണെന്നത് കേൾക്കാം. കുളിരാടണ താഴ്വര വാങ്ങിയൊരമ്പിളി വീടു പണിഞ്ഞിടാം. ചെറുതാമര നൂലിട കൊണ്ടിട നെഞ്ചുക തമ്മിലിണക്കിടാം. നീളെ കനകം പൂക്കണ കാലം വരണം. ആ എന്റെ ഭാവി ഭർത്താവ് ഇവിടെ നിക്കാ. എന്തേ വയലുനാക്കില്ലേ? ആളെ എന്താ രാവിലെ തന്നെ? അതെന്താ എനിക്ക് വന്നൂടെ? പക്ഷെ ഇന്നലെ ആരാണ്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ടൊന്നുമില്ലെങ്കിൽ അവിടെ വന്ന് കൊണ്ടോളാന്ന്. അങ്ങോട്ട് ഇതുവരെയും കാണാത്തോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ മോളുടെ പ്രശ്നം? ഈ ഹാലത് സീരിയസ് ആക്കിയോ? ഞാൻ ചുമ്മാ തമാശക്ക്. ജാസിയുടെ ഫ്രണ്ടാണല്ലോ. ജാസിയും ഞാനും കൂടി ചുമ്മാ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ജാസിക്കറിയ കാര്യം? ജാസിക്ക് അറിയാം. ഓഹോ, അവനും കൂടി അറിഞ്ഞോണ്ടല്ലേ? അവനുണ്ട്. എവിടെ പോയി? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇങ്ങോട്ട് വാടി വന്നു. അയ്യാടാ, അങ്ങനെ ഇപ്പൊ പഠിക്കണം വിട്. വേണങ്ങല്ലേടി. എന്ത് വേണമെങ്കിലും എത്ര നേരം കണ്ടോ പറയാം. ആരിലെങ്ങനെ വിളിച്ചു പറഞ്ഞൂടെ? ദേഷ്യം വരുന്നുണ്ടോ ജാസിയുടെ പെണ്ണിന്? വേണ്ട കേട്ടോ. അവർക്ക് ഉമ്മിത്തീനോട് തിരക്കുന്നില്ല. മാറ്. മാറാനാ ഇങ്ങോട്ട് വന്നത്? വീട് ജാസി പോട്ടെ. പറ്റില്ല. ഒരു ഉമ്മ വാ ഇങ്ങോട്ട്. ഉമ്മയോ? ദേ ഒരൊറ്റ കുത്തിയാനൊക്കെ മാറല്ലേ, കളിക്കല്ലേ. വേണ്ട, നീ തരണ്ട, നീ അടുത്ത് വാ. ജാസി വേണ്ടാട്ടോ. ജാസി വേണ്ട, പറയണേക്ക്. നിക്ക് നിക്ക് നിക്ക്, ഞാൻ തരാം ഞാൻ തരാം ഞാൻ തരാം. ഇനി ഞാൻ പൊക്കോട്ടെ. അശീ, നിന്റെ തന്ത് ഉമ്മറിനെ കൊടു. ഇതെനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ എടുത്തോളാം. വേണ്ട ജാസി. മിണ്ടാണ്ട് നിന്ന വേഗം വിടാം, ഇല്ലെങ്കിൽ എന്നെ അറിയാലോ. കണ്ടതുമേ മിന്നൊളി പെരുതേ. ജാസി വീണ്ടും മാറി. ജാസി
அன்பை பொழிகிறதே ஆனந்த கீற்று. ജാസി പുറത്താരുണ്ട്, വാഴലാതെ മുട്ടുന്നുണ്ട്. മാറി ജാസി. ഓ നാശം, ഏതവൻ്റെ അടിയന്തരം വിളിക്കാനാണോ എന്തോ. ജാസി ജാസി പടച്ചോനെ, എന്നെ കണ്ട കൊല്ലും. ആ ഇവളുടെ കൂടി ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാം തികഞ്ഞിരിക്കുന്നായിരുന്നു ഇവിടെ. എന്താടി? നീ ഇതൊന്ന് തുറക്കാവോ? ഞാൻ കുളിച്ചിട്ട് ഡ്രസ്സ് മാറുവാ. എന്താടി? ഇവിടെ സമയം കഴിഞ്ഞു, ഹന്ന വന്നില്ല ഇതുവരെ. ഉമ്മ ഭയങ്കര ടെൻഷനിലാ. അടിപൊളി. ഇവിടെ നിൽപ്പുണ്ടെന്ന് പറയട്ടെ. അയ്യോ ചോദിക്കല്ലേ പ്ലീസ്. ഒരു തന്നെ പറയില്ല. അപ്പൊ ഇത്രയും എന്തുവാണ് ഞാൻ തന്നത്? ഒരെണ്ണം കൂടി താ. ഒന്ന് പോയി ജാസി ഒന്ന്. ആ എടി അവളെ ഇവിടെ ഞാൻ തരം കഷ്ടമുണ്ട് കേട്ടാ. എടി അവൾ ഇവിടെ വന്നപ്പോഴേ ആ ബസ് വിട്ടു. ഇങ്ങോട്ട് ആ പാട് 2 തവണയല്ലേ ബസ്സുള്ളൂ. അപ്പോൾ ഓട്ടോ വിളിച്ച് വരുന്നുണ്ടെന്ന് എന്നെ വിളിച്ച് പറഞ്ഞു. എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. എൻ്റെ ഫോൺ എന്ത് പറ്റി? ഞാൻ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഉമ്മാനോട് പറഞ്ഞാൽ ടെൻഷൻ അടിക്കണ്ടെന്ന്. കവലച്ചെന്ന് ഞാൻ കൂട്ടിയിട്ട് വരാം അവളെ. ആടാ ഓക്കെ. പെണ്ണ് എന്തടി? എന്റെ കറുത്ത ചുരിദാറുണ്ടാ? അതെടി നിന്റെ കറുത്ത ചുരിദാർ ഞാൻ ഇട്ടേക്കുന്നു. പക്ഷെ എന്ത് പണിയായിട്ട് കാണിക്കുന്ന. ഞാനങ്ങ വന്നിണ്ടല്ലോ. എന്നാ എവിടെന്ന് പറ. എനിക്കറിയോ നിന്റെ ചുരിദാർ എവിടെയാന്ന്. നീ അങ്ങോട്ട് ചെന്ന് എടുത്തു കൊടുക്ക. അല്ലെങ്കിൽ ഇന്നൊന്നും ഇറങ്ങൂല ഉമ്മാര് കോളേജിൽ പോവാൻ. നിനക്ക് എന്താ ഇപ്പൊ അത് തന്നെ ഇടണമെന്ന് ഇത്ര നിർബന്ധം? ഉള്ള ഏതെങ്കിലും ഇട്ടിട്ട് പൊടി. സമയം പോകുന്നു. ഓ അതെനിക്കറിയാം. ഇങ്ങോട്ട് കേൾക്കണ്ടായിട്ടുണ്ടോ? എന്താ വില പറഞ്ഞ? ഒന്നും പറഞ്ഞില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ക്യാൻറ്റീനിലേക്ക് നടന്നോ. ഞാൻ ലൈബ്രറി പോയി ഒരു ബുക്ക് എടുത്തിട്ട് തരാം. ആ ശരിയടി, ഞങ്ങളവിടെ ഉണ്ടാവും. ആ റോയിലുണ്ടാവും, നമുക്ക് ഒന്ന് നോക്കാം. എന്തൊക്കെ കൈ വിടാൻ എനിക്ക് പോവാം. നീ പോയിക്കോ, ഞാൻ ചോദിക്കുന്നതിന് മകന് പറഞ്ഞിട്ട് നീ നിൽക്കും. എന്തായാലും നിങ്ങളുടെ തീരുമാനം? ഇവരൊക്കെ നടക്കില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് എത്താൻ പറയണം. ഞങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങളായിട്ട് തന്ന സമാധാനപരമായിട്ട് എല്ലാം തീരും. ഞാനായിട്ട് പറിച്ചെടുക്കുവാണെങ്കിൽ ആ വീട്ടിൽ പിന്നെ ഒരു കുഞ്ഞു പോലും ഉണ്ടാവില്ല. നിങ്ങളെന്താ ഭീഷണിപ്പെടുത്തുക? ചേച്ചേ, ഇത് ഭീഷണിയല്ല, ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. നോക്കോളാം. പിന്നെ ഇപ്പൊ എന്നെ പിരിയാൻ അനിയത്തിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അനിയത്തിയും പോരെ. അല്ലെങ്കിലും എൻ്റെ അനിയൻ തന്നെ ഓട്ടോട്ട് വെച്ചാൽ കഴിയും. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? മതിയടി കൊച്ച്, ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതി. വയ്ക്കാൻ കൂടി വരട്ടെ, ഒരുപാട് പണിയുണ്ട്. വീട്ടിൽ ചെന്ന് ഇത്തത്തായിട്ടൊന്ന് ആലോചിക്കും. ആഹാരാണി ഇന്ന് നേരത്തെ വന്നോ? എന്തു പറ്റി? എന്തിനാ നീ കരയുന്നേ? നിന്ന മോങ്ങടെ കോരെന്ന് പാടി. അൻവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അയാൾ കുറെ ഭീഷണി എടുത്തിട്ടേ പോയെ. അയാൾ അനിയൻ എന്നെ നോട്ട് ഇട്ട് വെച്ചേക്കാന്നൊക്കെ പറഞ്ഞു. അത് പണ്ടേ ആ കൂട്ടത്തിൻ്റെ സ്വഭാവമാണ്. അവർക്ക് നോട്ടയിടാൻ മാത്രമേ പറ്റുള്ളൂ, പക്ഷെ നടത്താൻ കഴിയില്ല. നീ വെറുതെ ആവശ്യമില്ലാത്തതിന് കരയാണ്ട് കരച്ചിലൊക്കെ എടുത്ത് നല്ല കൊച്ചായിട്ട് വീട്ടിൽ പോയി പഠിക്കാൻ നോക്കും. കേട്ടല്ലോ? കരച്ചിലെടുത്തു നീ. தன்னம் தனியா அட கொள்ளையில தென்னமரும் கள்ளை இறக்கு அட போத வருங்கா ஒத்தையிலதான் அட காற்றிருக்கு நெல்மரம்.
മെസ്സേജ് ഇട്ട് നോക്കിയാലോ? വേണ്ട, മെസ്സേജ് ആരോഗ്യത്തിന് ഹാനികരം. അന്നാമോ, ഒരു ചായ കിട്ടാൻ ബെല്ല വഴിയുണ്ടോ? എന്റെ ഈശോയെ, എന്റെ അപ്പനല്ലേ വിളിക്കുന്നേ. ഇപ്പൊ തരാം, കുറച്ച് വെയിറ്റ്. അതെന്തോന്ന് അന്ന കൊച്ചേ അങ്ങനത്തെ ഒരു ടോക്ക്? എന്റെ അപ്പം പോലും എന്നെ ഇത്ര കാര്യമായിട്ട് വിളിക്കില്ല, അതുകൊണ്ട് പറഞ്ഞത്. നീ അവിടെ ഇരിയല് വെച്ചേ, ചായ ഇപ്പൊ കൊണ്ടുവരാം. അല്ല എന്നെ കൊച്ചേ, ജാസി എന്തിയേ? ഉച്ച മുതൽ മിസ്സിങ് ആണല്ലോ. ഓ, എവിടെ പോവാനാ? അതാ റൂമിനകത്ത് വല്ലയിടത്തും കാണും. ഓക്കെ, അന്നമ്മ ചായ എടുത്തോക്കൂ, ഞാനിപ്പോൾ വരാം.